ചെന്നൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്തു വരികയാണ് അനന്തരാമൻ. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് 2006 30 വയസ്സ് തികയുന്നു. 30 വയസ്സായതുകൊണ്ട് തന്നെ അനന്തരാമന് വിവാഹം കഴിക്കേണ്ട പ്രായമായി എന്ന് പറഞ്ഞിട്ട് അനന്തരാമന്റെ വീട്ടുകാർ അനന്തരാമന് വിവാഹാലോചനകൾ നോക്കുന്നു. ഒരുപാട് ആലോചനകൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിൽ തന്നെ വിദ്യാലക്ഷ്മി എന്ന പേരിൽ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് അവർ അറിയുന്നത്. വിദ്യാലക്ഷ്മിയുടെ കുടുംബവും അതുപോലെ തന്നെ അനന്തരാമന്റെ കുടുംബവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് രണ്ടുപേർക്കും വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. വിദ്യാലക്ഷ്മിക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് 24 വയസ്സ് മാത്രമാണ് പ്രായം. അത് മാത്രമല്ലാതെ ഒരു മെഡിക്കൽ കമ്പനിയിലെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തു വരികയുമായിരുന്നു അവർ. ജൂൺ 7, 2006 അവരുടെ സമുദായ പ്രകാരം ആ ഒരു വിവാഹം വളരെയധികം മംഗളകരമായിട്ട് നടന്നു. വിവാഹശേഷം രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. എന്തായാലും വിവാഹം കഴിഞ്ഞാൽ ഹണിമൂണ് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ അനന്തരാമൻ വിദ്യാലക്ഷ്മിയും കൂട്ടിയിട്ട് ഹണിമൂണ് പോകാനുള്ള ആ ഒരു സ്ഥലം സെലക്ട് ചെയ്ത് കേരളത്തിലേക്കാണ്. കേരളത്തിലെ മൂന്നാറിലേക്ക് പോയിട്ട് 3-4 ദിവസം താമസിക്കാം എന്നാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ റിസോർട്ട് എല്ലാം തന്നെ ഓൾറെഡി മുൻകൂട്ടി അവർ ബുക്ക് ചെയ്ത് വെക്കുന്നു. വിവാഹം കഴിഞ്ഞ് 9 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 16, 2006 അവർ രണ്ടുപേരും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി. ചെന്നൈയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ട്രെയിനാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതി അവർ തൃശ്ശൂരിലേക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എത്തിച്ചേരുകയും ചെയ്തു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അവർ അവിടെ നിന്നും ടാക്സി പിടിച്ചിട്ട് നേരെ പോയത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂർ അമ്പലം അതുപോലെ തന്നെ ഗുരുവായൂരിലെ മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിച്ച ശേഷം ആ ദിവസം ഉച്ചയോട് കൂടിയിട്ട് അവർ അവിടെ നിന്നും ടാക്സി പിടിച്ചിട്ട് നേരെ മൂന്നാറിലേക്ക്. ജൂൺ 18, 2006 അവർ മൂന്നാറിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മൂന്നാറിലെത്തിയ അവർ ഓൾറെഡി ബുക്ക് ചെയ്ത റിസോർട്ടിലെ റൂമിൽ പോയിട്ട് ഒരുപാട് ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇനി കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ആ റൂമിൽ തന്നെ നിൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അനന്തരാമൻ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞു, ഇവിടെ കുണ്ടല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബോട്ട് സർവീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ അവിടേക്ക് പോവാം, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്ന് വിദ്യാലക്ഷ്മിയോട് പറയുകയാണ്. ഈ പറയുന്ന ബോട്ടിംഗ് സർവീസ് നടത്തുന്ന സ്ഥലത്തെത്തിയിട്ട് രണ്ടുപേരും ബോട്ടിംഗ് സർവീസ് എല്ലാം തന്നെ ആസ്വദിച്ച ശേഷം വിദ്യാലക്ഷ്മി തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി പോവുകയാണ്. അവിടെയുള്ള ജനങ്ങളോടായി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ആരോ 2 പേർ വന്നിട്ട് കൊലപ്പെടുത്തി എന്ന്, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം തന്നെ അവർ എടുത്തുകൊണ്ട് പോയി എന്നും പറഞ്ഞിട്ട് അവർ അലമുറയിട്ട് കരയുകയാണ്. വിദ്യാലക്ഷ്മി ഇങ്ങനെ അലറിക്കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന ടാക്സി ഡ്രൈവറും അവരുടെ അടുത്തേക്ക് വരുന്നു. ആ ടാക്സി ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ ഇത് വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ട് വിദ്യാലക്ഷ്മിയാണ് ആദ്യം ചോദ്യം ചെയ്തത്. പോലീസുകാർ ചോദ്യം ചെയ്ത സമയത്ത് വിദ്യാലക്ഷ്മി പറഞ്ഞ മറുപടി, എൻ്റെ ഭർത്താവ് യൂറിൻ പോകാനായിട്ട് ഒരു മരത്തിന്റെ സൈഡിലേക്ക് പോയതായിരുന്നു. ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേർ ആ ഭാഗത്തേക്ക് വന്നിട്ട് എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതാണ് വിദ്യാലക്ഷ്മി പോലീസുകാരോട് പറഞ്ഞത്. പോലീസുകാർ അനന്തരാമന്റെ ആ ഒരു ശരീരം പരിശോധിച്ച സമയത്ത് അനന്തരാമൻ കണ്ണ് തുറന്നിട്ടാണ് മരിച്ചു കിടക്കുന്നത്. ഹണിമൂണിനായിട്ട് കേരളത്തിലെ മൂന്നാറിലെത്തിയ അനന്തരാമനെ കൊലപ്പെടുത്തിയത് ആരായിരിക്കും? യഥാർത്ഥത്തിൽ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണോ അനന്തരാമനെ കൊലപ്പെടുത്തിയത്? 2006 കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷൻ ലോകം. പോലീസുകാർ വിദ്യാലക്ഷ്മിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാലക്ഷ്മിയുടെ കഴുത്തിന്റെ ആ ഒരു ഭാഗവും നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം വിദ്യാലക്ഷ്മി പറഞ്ഞത് ആ കള്ളന്മാർ അവിടെ വന്നിട്ട് വിദ്യാലക്ഷ്മിയുടെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിച്ചെടുത്തിട്ട് പോയി എന്നാണ്. അങ്ങനെ വലിച്ചു പൊട്ടിച്ചെടുത്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴുത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പാടുകൾ ഉണ്ടാവും. എന്നാൽ വിദ്യാലക്ഷ്മിയുടെ കഴുത്തിൽ അങ്ങനെ യാതൊരു പാടും ഉണ്ടായിരുന്നില്ല. വിദ്യാലക്ഷ്മിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അൻപഴകൻ എന്ന പേരിൽ ഒരു ഓട്ടോ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അൻപഴകൻ ഫോണിലൂടെ പോലീസുകാരോട് പറഞ്ഞത്, എൻ്റെ ഓട്ടോയിൽ 2 തമിഴ്നാട്ടിലെ ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ എൻ്റെ ഓട്ടോയിൽ നിന്നും അവർ താമസിക്കുന്ന ലോഡ്ജിലെ റൂമിലേക്ക് പോയ സമയത്ത് ഞാൻ അവർ ആ റൂമിനുള്ളിൽ കയറിയപ്പോൾ വെളിയിൽ നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോഡ്ജിന്റെ അഡ്രസ്സും പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഉടൻ തന്നെ ആ പോലീസുകാർ ആ ഹോട്ടലിലേക്ക് പോയിട്ട് ആനന്ദ് അതുപോലെ തന്നെ അൻപുരാജ് എന്ന പേരിലുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈവശമുള്ള സാധനങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു അവരുടെ കൈവശം. അത് മാത്രമല്ലാതെ ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു, 13,000 രൂപയും ഉണ്ടായിരുന്നു. ആരുടേതാണ് ഈ പണവും ഈ സ്വർണ്ണമാലയും എന്നെല്ലാം തന്നെ ചോദിച്ച സമയത്ത് അവർ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പോലീസുകാർ അവിടെ കയ്യിൽ കിട്ടിയ ആ ഒരു ക്യാമറ പരിശോധിച്ച സമയത്ത് അത് അനന്തരാമന്റെ ക്യാമറയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരുടേതായിട്ടുള്ള മുറിയിൽ ചോദ്യം ചെയ്ത സമയത്ത് ആ 2 പേരിലെ അൻപുരാജ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. അനന്തരാജ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. പോലീസുകാരെ പോലും അത്ഭുതപ്പെടുത്തിയ അനന്തരാജ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്.
ആനന്ദ്രാജ് ചെന്നൈയിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വിദ്യാലക്ഷ്മിയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അതായത് അനന്തരാമന്റെ ഭാര്യയായിട്ടുള്ള വിദ്യാലക്ഷ്മിയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ് ആനന്ദ്രാജ്. ആനന്ദ്രാജും വിദ്യാലക്ഷ്മിയും ആദ്യമെല്ലാം തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കാനായി തുടങ്ങി. ആനന്ദ്രാജ് ഒരു ക്രിസ്ത്യനാണ്. അതുപോലെ വിദ്യാലക്ഷ്മി ആയിക്കോട്ടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടയാളും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർ ഒരിക്കലും ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ഇവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആനന്ദ്രാജ് വിദ്യാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്രണയത്തിന്റെ കാര്യം നിന്റെ വീട്ടിൽ പറഞ്ഞോ എന്ന്. സോ അതിന് വിദ്യാലക്ഷ്മി പറഞ്ഞ മറുപടി, എന്റെ അമ്മയ്ക്ക് ഹൈ ബ്ലഡ് പ്രഷറാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കും, അതുകൊണ്ട് സമയമാവട്ടെ അപ്പോൾ പറയാമെന്നാണ് വിദ്യാലക്ഷ്മി മറുപടിയായി പറഞ്ഞത്. എന്നാൽ ഈ സമയത്ത് വിദ്യാലക്ഷ്മിയോട് ചോദിക്കാതെ വിദ്യാലക്ഷ്മിയുടെ വീട്ടുകാർ അനന്തരാമനുമായിട്ടുള്ള നിശ്ചയവും അതുപോലെ തന്നെ വിവാഹവും എല്ലാം തന്നെ ഉറപ്പിക്കുന്നു. തന്റെ വീട്ടുകാരോട് തന്റെ മനസ്സിലെ യഥാർത്ഥ ഇഷ്ടം മറ്റൊരാളെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്ന് പേടിച്ച വിദ്യാലക്ഷ്മി വീട്ടുകാരോട് ഒന്നും തന്നെ പറയുന്നില്ല. നേരെ മറിച്ച് ആ വിവാഹത്തിനെല്ലാം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. വിവാഹശേഷവും വിദ്യാലക്ഷ്മിയും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അനന്തരാജും തമ്മിൽ ഫോൺ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിച്ചതാണ് അനന്തരാമന്റെ കൊലപാതകം. അനന്തരാമൻ ഹണിമൂണിന് പോവാമെന്ന് വിദ്യാലക്ഷ്മിയോട് പറഞ്ഞ സമയത്ത് ഇതാണ് പറ്റിയ അവസരമെന്ന് രണ്ടുപേർക്കും തോന്നി. അങ്ങനെ അവർ ചെന്നൈയിൽ നിന്നും ട്രെയിൻ കയറിയ സമയം അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇറങ്ങിയ സമയവും എല്ലാം തന്നെ വിദ്യാലക്ഷ്മി ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അനന്തരാജിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അനന്തരാജ് ഈ ഒരു കൊലപാതകം നടത്താനായിട്ട് ആനന്ദരാജിന്റെ സുഹൃത്തായിട്ടുള്ള അൻപരാജിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അനന്തരാമന്റെയും അതുപോലെ തന്നെ വിദ്യാലക്ഷ്മിയുടെയും ഓരോ നീക്കങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്തു വന്നു. യഥാർത്ഥത്തിൽ അനന്തരാമനും വിദ്യാലക്ഷ്മിയും ഗുരുവായൂരിലേക്ക് എത്തിയ ആ ഒരു സമയത്ത് തന്നെ അനന്തരാമനെ കൊലപ്പെടുത്താമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു പറ്റിയൊരു സാഹചര്യമൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. നിറയെ ആളുകളായിരുന്നു എല്ലാ ഭാഗത്തും എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് മൂന്നാറിലേക്ക് എത്തിയ ശേഷം അവർ താമസിച്ച റിസോർട്ടിന്റെ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നു. വിദ്യാലക്ഷ്മിയും അനന്തരാമനും ബോട്ടിംഗ് ആസ്വദിക്കാനായിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രണ്ടുപേരും അവരുടെ പുറകെ തന്നെ പോയി. വിദ്യാലക്ഷ്മി അവരുടെ ഓരോ നീക്കങ്ങളും അവരുടെ കാമുകനായിട്ടുള്ള ആനന്ദരാജനോട് പറഞ്ഞത് ആ ഫോണിലെ മെസ്സേജ് വഴിയാണ്. മൂന്നാറിലെ ഒരു സ്ഥലം എത്തിയപ്പോൾ ആനന്ദരാജന്റെ ഫോണിലെ സിഗ്നൽ കട്ടായ സമയത്ത് അവർ യാത്ര ചെയ്തിരുന്ന ആ ഓട്ടോ ഡ്രൈവറിന്റെ ഫോൺ മേടിച്ചിട്ടും ആനന്ദരാജ് വിദ്യാലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അനന്തരാമനെ ആളുകളൊന്നും ഇല്ലാത്ത, ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാ, ആ സ്ഥലത്ത് എത്തിയിട്ട് അവനെ കൊലപ്പെടുത്താമെന്ന് അവർ മെസ്സേജിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനന്തരാമനും വിദ്യാലക്ഷ്മിയും ബോട്ടിംഗ് എല്ലാം തന്നെ ആസ്വദിച്ച ശേഷം ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നു. സോ ഈ നടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാലക്ഷ്മി കൃത്യമായിട്ട് കാമുകനായിട്ടുള്ള ആനന്ദരാജനെ അറിയിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് വഴി. അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം എത്തിയപ്പോൾ വിദ്യാലക്ഷ്മി ആനന്ദരാമനോട് പറയുകയാണ്, നമുക്കിനി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാമെന്ന്. ആൾപെരുമാറ്റം ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ഇവർ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാമുകനായിട്ടുള്ള ആനന്ദരാജ് ഓട്ടോ ഡ്രൈവറെ വളരെ ദൂരെ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിദ്യാലക്ഷ്മി പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് അവർ രണ്ടുപേരും പതിയെ നടന്നു പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കാമുകനായിട്ടുള്ള ആനന്ദരാജ് ആ ഒരു കാഴ്ച കാണുന്നത്. കുറച്ച് ദൂരെയായിട്ട് പുൽമേടിന്റെ ഒരു സൈഡിലായിട്ട് ആനന്ദരാമൻ ഈ പറയുന്ന വിദ്യാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഇത്തരത്തിൽ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ക്യാമറയിലൂടെ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വിദ്യാലക്ഷ്മിയുടെ കാമുകനായിട്ടുള്ള ആനന്ദരാജും സുഹൃത്തും പുറകിലൂടെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് ആ ക്യാമറയുടെ സ്ട്രൈപ്സ് വെച്ചിട്ട് തന്നെ കഴുത്തിൽ വല്ലാതെ ഇറുക്കി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് അനന്തരാമനെ കൊലപ്പെടുത്തുന്നു. ആനന്ദരാജ് അനന്തരാമന്റെ കഴുത്തിൽ ഇതുപോലെ ബലമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തില് മരണവെപ്രാളത്തിൽ ആനന്ദരാമൻ അനന്തരാജിന്റെ തലമുടി പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അയാളുടെ കയ്യിൽ അനന്തരാജിന്റെ കുറച്ച് മുടിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അനന്തരാമൻ കയ്യിൽ മുറുകെ പിടിച്ച ആ ഒരു മുടിയാണ് പിന്നീട് DNA ആയിട്ട് ഒരു തെളിവായിട്ട് മാറിയത്. അനന്തരാമൻ മരിച്ചു എന്ന് ഉറപ്പായ സമയത്ത് കാമുകനായിട്ടുള്ള ആനന്ദരാജിന്റെ ഫ്രണ്ട് അനന്തരാമന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 13,000 രൂപ എടുത്ത് കൈവയ്ക്കുകയാണ്. കാമുകനായിട്ടുള്ള ആനന്ദരാജ് ആണെങ്കിലോ അനന്തരാമന്റെ കയ്യിലെ വാച്ചും അതുപോലെ തന്നെ ക്യാമറയും എല്ലാം തന്നെ എടുത്തു. ഇങ്ങനെ ഇവരിത് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വിദ്യാലക്ഷ്മി തന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാലയെല്ലാം തന്നെ തനിയെ സ്വമേധയാ ഊരിയിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാം ചെയ്ത് തീർച്ച ശേഷം ആനന്ദരാജും അൻപരാജും ആ ഓട്ടോ ഡ്രൈവറുടെ അടുത്തേക്ക് പോവുകയാണ്. ആ ഓട്ടോയിൽ കയറിയ ശേഷം ഞങ്ങളുടെ ലോഡ്ജിലേക്ക് വളരെ വേഗത്തിൽ പോകൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ആ ഓട്ടോയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഈ മൂന്നാറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ സംസാരിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം എല്ലാം തന്നെ ആ ഒരു ഓട്ടോ ഡ്രൈവർ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതെന്തോ ഒരു പന്തികേട് തോന്നി. ഇവർ രണ്ടുപേരും എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവർ രണ്ടുപേരും ലോഡ്ജിനകത്ത് കയറിയ സമയത്ത് ആ റൂമിന്റെ ആ ഒരു വാതിൽ വെളിയിൽ നിന്നും ലോക്ക് ചെയ്യുകയാണ്.
അങ്ങനെ ലോക്ക് ചെയ്ത ശേഷമാണ് ഈ ഓട്ടോ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒന്നും അറിയാത്തതുപോലെ വിദ്യാലക്ഷ്മി എന്റെ കഴുത്തിലെ മാല 2 കള്ളന്മാർ പൊട്ടിച്ചുകൊണ്ടുപോയി, എന്റെ ഭർത്താവിനെയും കൊലപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കരഞ്ഞുകൊണ്ട് നാടകം കളിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കാനായി തുടങ്ങി. കാമുകനായിട്ടുള്ള ആനന്ദ്രാജിന്റെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ വിദ്യാലക്ഷ്മിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതും കൂടാതെ ഓട്ടോ ഡ്രൈവറുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഇതിലെ എല്ലാം തന്നെ മെസ്സേജസ് എല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തെളിവുകൾ കൂടാതെ മരിച്ചുപോയ അനന്തരാമന്റെ കൈവശം ഈ പറയുന്ന അനന്തരാജിന്റെ, കാമുകനായിട്ടുള്ള അനന്തരാജിന്റെ മുടി ഉണ്ടായിരുന്നു. സോ ആ മുടിയുടെ DNA എല്ലാം തന്നെ പരസ്പരം ടെസ്റ്റ് ചെയ്ത സമയത്ത് അതെല്ലാം തന്നെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വിദ്യാലക്ഷ്മിയും അനന്തരാമനും കൂടിയിട്ട് താമസിച്ച ആ ഒരു ഹോട്ടൽ മുറിയുടെ തൊട്ട് പുറകിലത്തെ മുറിയിൽ ഇവരും ഉണ്ടായിരുന്നു, ഈ കൊലപാതകികളും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സാക്ഷികളെ എല്ലാം തന്നെ പോലീസുകാർ നിരത്തി. പ്രതികളെയെല്ലാം തന്നെ പോലീസുകാർ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് വിദ്യാലക്ഷ്മിയും അതുപോലെ തന്നെ കാമുകനായിട്ടുള്ള അനന്തരാജും കോടതിയിൽ പറഞ്ഞത് പോലീസുകാർ ഈ കുറ്റങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്നാണ്. എന്നാൽ ഇവരാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും പോലീസുകാരുടെ കൈവശം ഉണ്ടായിരുന്നു. ഇവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് കോടതി ഇവർക്ക് വിധിച്ച ശിക്ഷ 3 പേർക്കും ജീവപര്യന്തമാണ്. ഈ വിധിക്ക് ശേഷം പ്രതികൾ കേരള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഡൽഹി കോടതിയിലും അപ്പീലിനായി പോയിട്ടുണ്ടായിരുന്നു, ജീവപര്യന്തം എന്നുള്ള അവർക്ക് ലഭിച്ച ആ ഒരു ശിക്ഷ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. പക്ഷേ കോടതി ഇവരുടെ ആവശ്യം ന്യായമല്ല എന്ന് കണ്ടിട്ട് തൽക്ഷണം തന്നെ അത് നിരസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ 3 പേരും ജയിലിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.